ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്നൊരു പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് 1/2 കിലോ പയർ, ചെറിയൊരു സവോള അരിഞ്ഞത്, ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചതച്ച മുളക്. ഇത്രയാണ് നമുക്ക് ആവശ്യമായ പൊടികൾ. പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി നോക്കാം. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കടുക്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങാക്കൊത്തും സവോളയെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കാവേ. ഈ തേങ്ങാക്കൊത്തും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങാക്കൊത്തും ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. നേരത്തെ എടുത്തു വെച്ചിരുന്ന എല്ലാ പൊടികളും ഇട്ട് ഒന്ന് വഴറ്റണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മറ്റേ കൃഷ്ണ ചില്ലി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറണം. ആവശ്യത്തിന് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ് കൂടരുത്, ഇച്ചിരി കുറഞ്ഞാലും നമുക്ക് രണ്ടാമത് ഇടാം. പക്ഷെ കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് മെഴുക്ക് പുരട്ടി, തോരനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചാറുകറിയാകുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറുക്കോഴിയൊക്കെ ചെയ്ത് നമുക്കത് ശരിയാക്കി എടുക്കാവേ. ഇട്ട് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. ഇട്ട് ഈ പയറും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റിയിട്ട് ഒരു സ്വല്പ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമേ, അല്ലെങ്കിൽ പയർ ചിലപ്പോൾ വെന്ത് കിട്ടണ്ടില്ല. അധികം വേണ്ട, ഒരു സ്വല്പം ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം. മെഴുക്ക് പുരട്ടിയല്ലേ, അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഇടുന്നൊന്ന് വഴന്നൊക്കെ എടുക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഈ 2-3 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ടേ. ഇത് ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴന്നൊന്ന് റെഡിയായി. ഇനി നമുക്കൊരു സ്വല്പ വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതൊന്ന് വെന്ത് കിട്ടാൻ ഒരു സ്വല്പ വെള്ളം, ചാക്കപ്പേ കാണത്തുള്ളൂ. ഈ മുളകിന്റെ ഒക്കെ ആ ഒരു കുത്തൽ ഇങ്ങോട്ട് വന്നിട്ട് ചുമ വരിക എപ്പോഴും ഉള്ളതല്ലേ നമുക്ക്. അങ്ങനെ അത് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കുമ്പോഴത്തേനും വല്ലാണ്ടൊരു ചുമ വരും. ഇനി ഇത് അടച്ചു വെച്ച് സിമ്മിൽ വേണം കേട്ടോ. അല്ലെ നമ്മള് ശകലം വെള്ളമെല്ലാം ഒഴിച്ചിട്ടുള്ളൂ. അത് കാരണം അടച്ചു വെച്ച് സിമ്മിലൊന്ന് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ എന്ത് സാധനം കുക്ക് ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറന്ന് ഇളക്കി നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ആകുമ്പോഴത്തേന് അത് വെന്ത് കിട്ടും. നമ്മളിത് 2-3 പ്രാവശ്യം ഞാനിത് തുറന്ന് ഇതെല്ലാം ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പം ആ വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റി. നമ്മളൊരു 1/4 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ, ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാകാൻ. ചിലരിത് ഒട്ടും വെള്ളം ഒഴിക്കാതെ എണ്ണ ഒഴിച്ച് തന്നെ ചെയ്യും. അപ്പോഴത്തേനും ഒരുപാട് എണ്ണയാകും. അത് എല്ലാവർക്കും പറ്റത്തില്ല. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ അത് അത്രയും എണ്ണ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് വഴറ്റിയെടുത്തേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചായിരുന്നു, എന്നിട്ടാണ് വഴറ്റി നമ്മൾ വെച്ചത്. ഇനിയിപ്പം ലാസ്റ്റ് നമ്മളൊരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് വഴറ്റി വെക്കുക. എന്നാലേ ആ ഒരു അതേ കിടന്നൊന്നും കൂടെ ഒന്ന് മുരിയണം ഈ പയറൊക്കെ. എന്നാലേ ആ ഒരു ശരിക്കുള്ള ആ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു, ഒരുപാട് നമ്മൾ ഒഴിക്കത്തില്ല, കുറച്ച്. അപ്പം അധികം എണ്ണയാകുകയില്ല, എന്നാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ്
ഒരു ടേബിൾ സ്പൂൺ കഷ്ടിച്ച് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കത്തുള്ളൂ ഞാൻ. അതും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങോട്ട് വഴറ്റണേ. ഈ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴന്നൊന്ന് അതൊന്ന് ശരിയാകണം, എന്നാലേ ആ ഒരു മെഴുകുവരട്ടിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ ചമ്മന്തിയുടെ കൂടെ ഒക്കെ ഇത് നല്ലതാ. മെഴുകുവരട്ടി, പയർ മെഴുകുവരട്ടി, ചമ്മന്തി, പിന്നെ പൈനാപ്പിൾ പച്ചടിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു സൈഡിലോട്ടൊക്കെ അങ്ങോട്ട് വെച്ച് ചൂടോടങ്ങ് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയാ. ചമ്മന്തിയുടെ കൂടെ എപ്പോഴും പറ്റുന്ന ഒരു മെഴുകുവരട്ടി, പയർ മെഴുകുവരട്ടി, നന്നായിട്ടത് നല്ലൊരു കോമ്പിനേഷനാണ്. ചമ്മന്തി മെഴുകുവരട്ടികൾ, അത് കൂർക്ക ആയിക്കോട്ടെ പയറായിക്കോട്ടെ എന്താണേലും നന്നായിട്ട് ചെയ്യും. ചെറിയൊരു പച്ചടിയൊക്കെ ഉണ്ടെങ്കിൽ ഊണ് നല്ല സുഖമാണ്. നിങ്ങളെല്ലാരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായി, എന്നാലും ഞാൻ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഈ കുക്കിംഗ് ഒന്നും അധികം അറിയാൻ വയ്യാത്ത പിള്ളേർക്കൊക്കെ ഇത് വളരെ എളുപ്പമാണ്. നീളത്തിലങ്ങ് അരിഞ്ഞാൽ പോരെ പയറൊക്കെ ആകുമ്പോൾ. പയറാകുമ്പോൾ നമ്മളിപ്പോൾ കൂർക്കയൊക്കെ മെഴുകുവരട്ടുവാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതൊക്കെ കാര്യം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അത് പിള്ളേര് സെറ്റിന് അതുമായിട്ടിരിക്കലും നടക്കത്തില്ല. അവർക്ക് ഈ പയറോ ക്യാബേജോ ഒക്കെ ആണെങ്കിൽ കുറെ എളുപ്പമോ കാര്യങ്ങൾ. ചോറൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു പയർ മെഴുകുവരട്ടി ഇതൊരു 10 മിനിറ്റ് റെഡിയാവും. നമ്മൾ തലേന്നൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിനകത്തോട്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഇതുപോലെ ഒന്ന് വഴറ്റി അങ്ങ് എടുത്താൽ 10 മിനിറ്റിനകം ഇത് കുക്കായി വരികയും ചെയ്യും. ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു മോര് കാച്ചിയത് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നല്ലതാണ്. കൂട്ടത്തിൽ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ പൊളി. ഒരു എളുപ്പപ്പണി എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെയുള്ള പയറോ അല്ലെങ്കിൽ കൂർക്കയോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പിട്ട് നമ്മൾ വേവിച്ച് കുറച്ചൊന്ന് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറേശ്ശെ എടുത്ത് എന്നിട്ട് ഫ്രിഡ്ജിലങ്ങ് സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അന്നേരം ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കിടന്ന് പണിയും ചെയ്യണ്ട. 2-3 ദിവസത്തേക്കൊക്കെ ഉള്ള ഒരു തോരനും ഒരു മെഴുകുവരട്ടിയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് ആക്കി വെച്ചാൽ കുറേശ്ശെ എടുത്ത് മെഴുകുവരട്ടിയൊക്കെ ആണെന്ന് വഴറ്റിയെടുത്താൽ മതി. തോരനൊക്കെ ആണെന്ന് ചൂടാക്കി എടുത്താൽ പോരെ. ഓഫീസിലൊക്കെ പോകുന്ന പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, അവർക്ക് എല്ലാ ദിവസവും കുക്കിംഗ് ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അല്ല, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എപ്പോഴും ഈ അടുക്കളയിൽ കിടന്ന് പണിയാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാ, അതെനിക്കറിയാം. അപ്പൊ നമുക്കും ഒരു റെസ്റ്റ് ഒക്കെ വേണ്ടേ അല്ലേ? ജോലിയുള്ളവർക്ക് മാത്രമല്ല വീട്ടമ്മമാർക്കാണേലും ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റണം. അപ്പം നമ്മുടെ പയർ മെഴുകുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പയർ മെഴുകുവരട്ടി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. താങ്ക് യു.